ഹായ് മക്കളെ, അപ്പോൾ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററായ കയ്യെത്തും ദൂരത്ത് ആകാശം അല്ലെങ്കിൽ സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ഭാഗം പറഞ്ഞു തരാനാണ് സാറ് വന്നിട്ടുള്ളത്. എന്താടാ നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഗ്രഹത്തിനൊരു നിശ്ചിത സഞ്ചാരപാതയിൽ വലം വെച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഇവിടെ ഉപഗ്രഹങ്ങൾ മാത്രമല്ല, കൃത്രിമോപഗ്രഹങ്ങളാണ് അല്ലേ, കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹങ്ങളാണ് അല്ലേ. നോക്കടാ, ഇത് സണ്ണാണെന്ന് വിചാരിക്കുക. ഇതാരാ നമുക്ക് വിചാരിക്കാം? ഇത് നമുക്ക് സണ്ണാണെന്ന് വിചാരിക്കുക. ഇത് സണ്ണാണ് അല്ലെങ്കിൽ സൂര്യനാണ്, സണ്ണാണിത്. ഓക്കെ, സണ്ണാണിതെന്ന് വിചാരിക്കുക. സണ്ണാണ്, ഇത് എർത്താണ്. എർത്താകുമ്പോൾ ഇതായിരിക്കും സാറ്റലൈറ്റ് എന്ന് നോക്കിക്കുക. സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹമാണ് ഇതാര്? സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹമാണെന്ത്? അത് എന്ത് ചെയ്യും? ഭൂമി എന്ത് ചെയ്യും? ഇങ്ങനെ ആർക്ക് ചുറ്റും കറങ്ങും? സണ്ണിന് ചുറ്റും കറങ്ങും. ഓക്കെ ആണല്ലോ. ഇവിടെ എന്ത് ചെയ്യും? സാറ്റലൈറ്റ് ഇങ്ങനെ ഇതിന് ചുറ്റും കറങ്ങും. ഓക്കെ ആണല്ലോ. അങ്ങനെ കറങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ നിർമ്മിച്ച, എന്നാൽ നമ്മൾ നിർമ്മിച്ചിട്ട് നമ്മൾ ബഹിരാകാശത്തേക്ക് വിടും. മനുഷ്യൻ നിർമ്മിച്ചിട്ട് ബഹിരാകാശത്തേക്ക് വിടും. മനുഷ്യൻ്റെ ഓരോ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് മറ്റ് ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ട് ഈ ഉപഗ്രഹം എന്ത് ചെയ്യും? നമ്മൾ വിട്ട ഈ മെഷീൻ എന്ത് ചെയ്യും? ഫുൾ ടൈം നമ്മുടെ ഭൂമിക്ക് ചുറ്റും എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയാം. സാറ്റലൈറ്റ്സ് അല്ല, എന്താണ്? മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, ആർട്ടിഫിഷ്യലാണ്, കൃത്രിമമാണ്. ഓക്കെ ആണല്ലോ. എന്താ പറഞ്ഞത് നോക്കടാ? കൃത്രിമോപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, അവ എന്ത് ചെയ്യും? സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു, സദാ ഭൂമിയെ എന്ത് ചെയ്യും? ഉപഗ്രഹം ചുറ്റുന്നത് പോലെ തന്നെ ഈ യന്ത്രങ്ങൾ എന്ത് ചെയ്യും? ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് എന്ത്? കൃത്രിമോപഗ്രഹങ്ങൾ. മെനി മെഷീൻസ്, മെക്കാനിക്കൽ ഡിവൈസ് ഇൻക്ലൂഡിങ് ക്യാമറാസ്, വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ്. എന്താണ്? കൃത്രിമോപഗ്രഹങ്ങൾ മനുഷ്യനുണ്ടാക്കിയതാണ്. ഉപഗ്രഹങ്ങൾ എന്തല്ല? മനുഷ്യനുണ്ടാക്കിയതല്ല. have been sent to the space. എന്താണ്? they constantly revolve around the earth. ഓക്കെ, എർത്തിനെതിരെ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ്ലി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും, ചുറ്റിക്കൊണ്ടിരിക്കും. ആരെ? എർത്തിന് ചുറ്റിക്കൊണ്ടിരിക്കും. ദീസ് ഹ്യൂമൻ മെയ്ഡ് ഡിവൈസസ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഓക്കെ ആണല്ലോ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, കൃത്രിമോപഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ, എന്താണെന്ന് കൃത്യമായല്ലോ. നോക്കണം, അപ്പോൾ കൃത്രിമോപഗ്രഹങ്ങൾ എന്തിനാ അയക്കുന്നത്? വെറുതെ അയക്കുകയാണോ? ക്യാമറ ഒക്കെ വെച്ചിട്ട് ഒരു യന്ത്രം വെറുതെ ബഹിരാകാശത്തേക്ക് നമ്മൾ അയച്ചാൽ മതിയോ? പോരല്ലോ. അതിന് കൃത്യമായ എന്ത് വേണം? ഒരു നീഡ് വേണം. അല്ലെങ്കിൽ അതിനെ കൊണ്ട് എന്ത് വേണം? മനുഷ്യൻ്റെ പുരോഗതിക്കോ മനുഷ്യൻ്റെ വളർച്ചയ്ക്കോ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. എന്തിനൊക്കെയാണ് നമ്മൾ കൃത്രിമോപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുക? നോക്കാം. വാട്ട് ആർ ദ സർവീസസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ്? കൃത്രിമ ഉപഗ്രഹങ്ങൾ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഇവർ ഫുൾ ടൈം ചുറ്റുക മാത്രമാണോ? അല്ല, ഇവർ മനുഷ്യന്മാർക്ക് എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്യണം. എന്തൊക്കെയാ? ടെലി കമ്മ്യൂണിക്കേഷൻ. എന്താ? വാർത്താവിനിമയം. നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എന്ത് ചെയ്യുക? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ടെലി കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ വാർത്തകൾ, ആശയങ്ങൾ കൈമാറാൻ, വാർത്താവിനിമയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ടെലി കമ്മ്യൂണിക്കേഷന് ആര് സഹായിക്കുന്നു? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ കൃത്രിമോപഗ്രഹങ്ങൾ സഹായിക്കുന്നുണ്ട്. അടുത്തത് GPS. സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ GPS ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, GPS എവിടെയാണ് എന്താ ഉള്ളതെന്ന് ട്രാക്ക് ചെയ്യാൻ GPS വേണ്ടി ആര് സഹായിക്കുന്നു? കൃത്രിമോപഗ്രഹങ്ങൾ സഹായിക്കുന്നു. വെതർ ഫോർകാസ്റ്റ്. എന്ത്? കാലാവസ്ഥാ പ്രവചനം അല്ലേ. ഫുള്ള് ഭൂമിനെ കാണണം. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഭൂമിൻ്റെ അപ്പുറത്ത് എന്താ നടക്കുന്നതൊക്കെ ഫുള്ള് കറങ്ങി നടക്കുമ്പോൾ ആർക്ക് കാണാൻ പറ്റും? കൃത്രിമോപഗ്രഹത്തിന് കാണാൻ പറ്റും. നാവിഗേഷൻ, ഗൂഗിൾ മാപ്പ് പോലെ ഗതി നിർണ്ണയത്തിന് വേണ്ടിയിട്ട് ആരെ സഹായിക്കുന്നു? സാറ്റലൈറ്റ് ആണ്. ഗൂഗിൾ മാപ്പിനൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ട്? നമ്മളെതിലെയാണ് പോകുന്നത്, നമ്മളെ മുന്നിലുള്ള വഴി ഏതാ, ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് സാറ്റലൈറ്റ്സ് ആണ്. റിമോട്ട് സെൻസിങ്. എന്താണ്? ശാസ്ത്ര പര്യവേഷണങ്ങൾ, സയൻറ്റിഫിക് എക്സിബിഷൻ, അതേപോലെ വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് മാപ്പിംഗ് ആൻഡ് എന്താണ്? വിഭവങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്താണ്? ആരാ സഹായിക്കുന്നത്? കൃത്രിമോപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ് സഹായിക്കുന്നത്. ഡിഫൻസ്, പ്രതിരോധത്തിനൊക്കെ വേണ്ടിയിട്ട് എവിടെയാണ് അതിർത്തി, എന്താണ്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടെയാണ് മലയുള്ളത്, കാര്യങ്ങളുള്ളതെന്നൊക്കെ വലിയ മോളിൽ നിന്നൊരു ക്യാമറ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? സ്കാൻ ചെയ്ത് എന്ത് ചെയ്യാണ്? നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? സാറ്റലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽപ്പ് അല്ലെങ്കിൽ സേവനങ്ങൾ, കൃത്രിമോപഗ്രഹത്തിൻ്റെ സേവനങ്ങൾ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ
എന്താണ് സർവീസസ് ആണ് ഇതൊക്കെ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? ക്യാമറകളും മറ്റ് മെക്കാനിക്കൽ മെഷീൻസും വെച്ചിട്ട് ഹ്യൂമൻ ഉണ്ടാക്കിയ ഒരു ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ബഹിരാകാശത്തേക്ക് അയച്ചിട്ട് ഫുൾ ടൈം എർത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഡിവൈസിനെ അല്ലെങ്കിൽ ആ മെഷീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന ടോപ്പിക്ക് മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.